അപ്പോൾ ഇന്നൊരു അറബിക് ഡിസൈനാണ് കേട്ടോ വരയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡിസൈൻ സ്റ്റാർട്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടൊരു കോണ് വരയ്ക്കാന്നുള്ള ആ രീതിക്കാണ് ഞാൻ കോണ് വരയ്ക്കാൻ സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു കോണ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം നമ്മുടെ ഫിംഗറിൻ്റെ ഇതുപോലുള്ള സംഭവം ഉണ്ടാവും. ഞാൻ സ്റ്റിക്കർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു ലൈറ്റായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് സ്ഥലത്താണോ കോണ് വരക്കേണ്ടത് ആ സ്ഥലം വരെ ഈ ലൈന് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡോട്ട് ഇടുന്ന ഭാഗമാണ് കോണിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് വരും. അപ്പോൾ കോണിൻ്റെ ആ ഒരു അറ്റം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് കോണ് വരക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി വര തുടങ്ങിയാലോ. അപ്പോൾ കൈയിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആ ഡോട്ടുമ്മക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് ആ കോൺ ഒന്നുകൂടെ ഹൈറ്റ് വേണമെന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ആ ഡോട്ടുമ്മക്ക് വരച്ച് കൊടുക്കാനത്. പിന്നെ നമ്മളിങ്ങനത്തെ കോണ് വരയ്ക്കുമ്പോൾ ഏറ്റവും മേലത്തെ ഭാഗം ആദ്യം വരയ്ക്കുക, പിന്നെ വേണം കേട്ടോ താഴേക്കായിട്ട് വരയ്ക്കാൻ. അതാകുമ്പോൾ നമ്മൾ വിചാരിച്ച സ്പേസിൽ തന്നെ നമുക്ക് കോണ് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും താഴ്ന്ന് വരയ്ക്കാൻ തുടങ്ങിയാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്താവില്ല കോണ് വരിക. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ആദ്യം മേലത്തെ ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ടാക്കുക. എന്നിട്ട് പിന്നെ താഴേക്ക് വരച്ച് പോയാൽ മതി കേട്ടോ. അപ്പോൾ 4 ലൈൻസ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മേലത്തെ ഭാഗമാണ് ഇപ്രാവശ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ സെൻറ്റർ ഭാഗമല്ലേ ഫില്ല് ചെയ്ത് കൊടുക്കാറ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പക്ഷേ ആ ഡിസൈൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഏറ്റവും മേലത്തെ ഭാഗമാണ് ഇപ്രാവശ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ല് ചെയ്യലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഡിസൈൻ തന്നെയാണ്. വീഡിയോ കണ്ടിട്ട് ഡിസൈൻ വരക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡിസൈൻ വരക്കാൻ പറ്റുന്നുണ്ടാവും. അത് ആ കോൺ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മേലെ ഭാഗത്തായിട്ട് ഇതുപോലെ റൗണ്ടിൽ സ്പൈറൽ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതുമ്മേ ഹംസ് വരച്ച് കൊടുക്കുക. ഇതുപോലെയുള്ള പെറ്റൽസിനാണ് ഹംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെയുള്ള റാൻഡ് ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡോട്ട് ഇങ്ങനെ പരത്തിയിടുന്ന മാതിരി ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആദ്യം ഡോട്ട്സ് വരക്കുക, പിന്നെ പെറ്റൽസ് വരക്കുക, അല്ലെങ്കിൽ പെറ്റൽസ് വരച്ചതിന് ശേഷം ഡോട്ട്സ് വരക്കുക. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. എന്നിട്ട് ഇതാ ആ ഫ്ലവറിൻ്റെ സൈഡിൽ ഇതുപോലെയുള്ള ഒരു ഡിസൈൻ വരച്ച് കൊടുക്കട്ടെ. ആദ്യം ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ആ ഷേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് 2 ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഹംസ് വരച്ച് കൊടുക്കുക. അതേ ഡിസൈൻ തന്നെയാണ് പിന്നെയും വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഇതിൻ്റെ സൈഡിൽ 3 എണ്ണം വരക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കൈയിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടിരിക്കും ഫ്ലവേഴ്സിൻ്റെ എണ്ണം, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടിരിക്കും ഫ്ലവേഴ്സിൻ്റെ എണ്ണം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ വരച്ച് കൊടുക്കുക. ഈ ഡിസൈൻ തന്നെ എലമെൻറ്റ് മാറ്റിയിട്ടും വരച്ച് കൊടുക്കുക. ഇതേ ഡിസൈൻ വരക്കണം എന്നൊന്നുമില്ല. നമുക്കറിയുന്ന എലമെൻറ്റ്സ് വെച്ചിട്ട് ഡിസൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഫ്ലവറിൻ്റെ 2 സൈഡിലും സെയിം ഡിസൈൻ തന്നെയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം ഇതുപോലൊരു വീൻ്റെ ഷേപ്പിൽ ലൈറ്റായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. അത് നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെ നേരത്തെ ലൈൻ വരച്ചില്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ആ ഒരു അളവിൽ തന്നെ വരച്ച് കൊടുക്കുക കേട്ടോ. ഫിംഗറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഡിസൈൻ വരുന്ന രീതിയിൽ വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഫ്ലവറിൻ്റെ മേലെ തന്നെ ആയിട്ട്, അതായത് താഴെ വരച്ച ഫ്ലവറിൻ്റെ മേലെയും ആദ്യം വരച്ച ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെയുള്ളൊരു മിനി റോസസ് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഫ്ലവറിൻ്റെ 3 ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള മിനി റോസസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ഗ്യാപ്സൊക്കെ വരുന്നില്ലേ, അതിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനത്തെ എംബലിഷ്മെൻറ്റ് എലമെൻറ്റ്സ് വെച്ചിട്ട് ഡീറ്റെയിലിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഡിസൈൻസിൻ്റെ ഭംഗി കൂട്ടുന്ന എലമെൻറ്റ്സ് ആണ് കേട്ടോ എംബലിഷ്മെൻറ്റ് എലമെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു റിങ്ങിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളൂ. പിന്നെയുള്ള ഗ്യാപ്പിലൊക്കെ ഇതുപോലെയുള്ള ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീൻ്റെ ഒരു ഷേപ്പിൽ ഒരു ലൈറ്റായിട്ട് ലൈന് കൊടുത്തിരുന്നല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു ഷേപ്പിൽ ഔട്ട്ലൈൻ കൊടുത്തില്ല, അതിൻ്റെ ഉള്ളിലായിട്ട് ഡിസൈൻ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇങ്ങനത്തെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ കൈൻ്റെ അടുത്ത് ഈ ഡിസൈൻ വരേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലെയുള്ള ആ ലീവ്സും കൂടി വരച്ച് കൊടുക്കുന്നത്. അത് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ആയിട്ട് കിട്ടി. അത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. പിന്നെ ഫിംഗറിൽ ഈ ഒരു ഫിംഗറിൽ മാത്രമേ ഡിസൈൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ താഴെ വരച്ച ഡിസൈൻ മാച്ച് ചെയ്തിട്ട് ഈ ഫിംഗറിലും ഡിസൈൻ കൊടുക്കുക. ആദ്യം ബോൾഡായിട്ടൊരു ലൈൻ വരക്കുക, എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ലൈനും കൂടിയും കൊടുത്തിട്ട് സ്പൈറൽ വരച്ചിട്ട് അതുമ്മേ ഹംസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുമ്മേ സ്പൈറൽ വരച്ചിട്ട് താഴെ വരച്ചിട്ടുള്ള ഡിസൈനിലുള്ള മിനി ഫ്ലവർ തന്നെ ഇവിടെയും വരച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ലീവ്സ് വരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഹംസ് വരച്ച ഫ്ലവറിന് വീണ്ടും ഡോട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത്, അതൊരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഇട്ട് കൊടുത്താലാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ വരച്ചതിന് ശേഷം വീണ്ടും ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി മേലക്കുള്ള ഡിസൈൻ കേട്ടോ. താഴെ വരച്ച മൊത്തത്തിലുള്ള ഡിസൈൻ വരക്കാൻ മേലക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട്
സിമ്പിളാക്കിയിട്ട് അവിടെ ഒതുക്കിയത്. സത്യത്തിൽ ഈ ഡിസൈന് നേരിട്ട് കാണാനും അതേപോലെ ഇതാ ഈ ഒരു വീഡിയോയിലൊക്കെ കാണാനും ഭംഗിയുള്ളൂ. ഫൈനൽ ലുക്കിലുള്ള പിക്കിൽ തീരെ കാണാനായിട്ട് ഭംഗിയില്ല. അത് ഓവർ വെയിലായ കാരണം പിക്ക് എടുത്തപ്പോൾ അതെന്തോ കൊളായി പോയതാണ്.